അഞ്ചു. ഇന്നൊരു തോരനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷെ അധികം പേരൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു തോരനായിരിക്കും. ഇന്നത്തെ തോരൻ ഉണക്കമീൻ തോരനാണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, വളരെ ചുരുക്കം പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഈ പത്തനംതിട്ട ആ സൈഡിലൊക്കെ ഈ ഉണക്കമീൻ തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പത്തനംതിട്ടയുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഉണക്കമീൻ തോരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കഷ്ണമീൻ ഇല്ലേ, നമ്മുടെ സ്രാവൊക്കെ പോലെയുള്ള, അപ്പോൾ അങ്ങനത്തെ മീൻ വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. പിന്നെ നമുക്കൊരു ലാഭം എന്ന് പറഞ്ഞാൽ കുറച്ച് മീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു കഷ്ണം മീനാണ് ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നുറുക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുപ്പം പാചകത്തിലൊക്കെ വെച്ചതാണെങ്കിൽ നേരെ നമുക്ക് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കാം, ഉപ്പൊക്കെ കളയാൻ വേണ്ടി വെക്കായിരുന്നു. ഇതങ്ങനെ മുറിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് നേരെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാൻ പോകും. വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുകയാണ്, എന്നാലാണ് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കാം. അപ്പോൾ ഉപ്പും കുറേ പോയിക്കോളും, നമുക്കത് ഈസി ആയിട്ട് മുറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം വെള്ളത്തിലിട്ട് വെക്കട്ടെ. ഇത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കതൊന്ന് നുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കുതിർന്ന് വരും. അപ്പോൾ നമുക്ക് നുറുക്കി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് നന്നായിട്ട് കൈ കൊണ്ട് പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിക്കുന്നത്, അല്ലെങ്കിൽ വേവിക്കേണ്ട കാര്യമില്ല. അടുപ്പും പാത്രത്തിലൊക്കെ വെച്ചതാണെങ്കിൽ നമുക്ക് കുതിർന്ന് കഴിയുമ്പോൾ കൈ കൊണ്ട് തന്നെ പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വേവിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുതിരട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇതിൽ മീൻ കുറവും അതേസമയം തേങ്ങയും ഉള്ളിയും കുറച്ച് അധികവും ചേർക്കണം. അപ്പോഴാണ് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരുപാട് മീൻ ചേർത്തിട്ട് തേങ്ങ ഇതൊക്കെ കുറവാണെങ്കിൽ തോരൻ പോലെ ഉണ്ടാകത്തില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഈ ഉപ്പ് ഉള്ള മീനാണല്ലേ ഉണക്കമീൻ. അപ്പോൾ ഉപ്പ് കൂടുതൽ, ഒത്തിരി നമ്മൾ ഉപ്പ് കളയത്തില്ല, കുറച്ച് ഉപ്പ് അതിനകത്ത് ഉണ്ടാവും മീനിനകത്ത്. അപ്പോൾ ഈ തേങ്ങയിലോട്ടും ഉള്ളിലോട്ടും ആ ഉപ്പൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോഴാണ് ഈ തോരൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ ആ മീൻ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആ തേങ്ങയും ഉള്ളിയും കൂടെ തോരനകത്തുള്ളത് കഴിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക. അപ്പോൾ ഇത് കുറച്ച് അധികം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ 1 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പോൾ ഇത് ഞാൻ ചതച്ച് ചേർക്കാൻ പോവാണ്. ഇങ്ങനെ ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. ഇങ്ങനെ ചതച്ച് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ അത് ഇട്ട് വെച്ചിട്ടൊരു 3/4 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചു, ചെറുതായിട്ട് മുറിച്ചിട്ട് വെള്ളം ഒന്ന് കഴുകി വാരിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ ഇത് അടുപ്പേ വെക്കാൻ പോവാണ്. എന്നിട്ട് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കുക. ഈ വെള്ളം മുഴുവൻ പറ്റുമൊന്നും വേണ്ട കേട്ടോ. ഈ ജസ്റ്റ് മീനൊന്ന് വെന്ത് വന്നാൽ കുറച്ചൊന്ന് പെട്ടെന്ന് വെന്തോളും. അത്രയും സമയമായി കഴിയുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഈ വെള്ളം ഇത്രയും ഒഴിച്ചേക്കുന്ന അതിനകത്ത് ഉപ്പ് കുറച്ച് പോയിക്കോളും. ഇങ്ങനെ തിളപ്പിക്കുമ്പം എക്സ്ട്രാ ഉള്ള ഉപ്പ് അധികം ഉണ്ടെങ്കിൽ അതോടെ പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്തേക്കുന്നത്. ഇപ്പോൾ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ തോരന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തേങ്ങയാണ്. ഇത് 1/4 കപ്പ് തേങ്ങയാണുള്ളത്. ഏകദേശം ഒരു അരമുറി തേങ്ങ ഒക്കെ എടുത്താൽ മതി. ഇത് 1/4 കപ്പ് തേങ്ങയുണ്ട്. അപ്പം പിന്നെ ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് കൂടെ അരയ്ക്കുന്നില്ല, ഒന്ന് ഒതുക്കുവാണ്. പിന്നെ ഞാൻ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി ഉണങ്ങിപ്പോയി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കാന്താരിമുളകാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ്, ഈ തോരൻ്റെ ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ കാന്താരിമുളക് ഇടുമ്പോഴാണ്. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 6 കാന്താരിമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കാന്താരിമുളകും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരയ്ക്കുക മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് ഈ തേങ്ങ ജസ്റ്റ് ഒന്നിട്ട് കറക്കി എടുത്താൽ മതി. ഒട്ടും അരയേണ്ട, ഒട്ടും അരഞ്ഞു പോകരുത്. അല്ലെങ്കിൽ ഇത് മാത്രം അരച്ചിട്ട് ഇതൊന്ന് തിരുമ്മി എടുത്താലും മതി, മിക്സിയിൽ ഇടണം നിർബന്ധമില്ല. അപ്പോൾ ആദ്യം ഇത് അരച്ചെടുക്കാം. പിന്നെ നമ്മളിതിൽ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ, ഒട്ടും മഞ്ഞപ്പൊടി ചേർക്കത്തില്ല. അതുപോലെ ഉപ്പ് ഇട്ടേക്കരുത്. മീനിന് നല്ല ഉപ്പുണ്ടാവും, ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പം മീനിന് ഉപ്പുള്ളതുകൊണ്ട് തോരന് നല്ല ഉപ്പ് കിട്ടും. വേറെ ഉപ്പൊന്നും എക്സ്ട്രാ ഇടണ്ട. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു മീൻ പീരയുടെ ഒരു ഇതിലേക്ക് പോകും. അങ്ങനെ വരാണ്ടിരിക്കാനാണ് മഞ്ഞപ്പൊടി ഒട്ടും ചേർക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ആദ്യം ശരിക്കും അരിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത്രേ ഇടുന്നുള്ളൂ. അപ്പം മുളകൊക്കെ അരഞ്ഞിട്ടുണ്ട്.
ഞാൻ ഇനി ഈ തേങ്ങ ഇടുന്നില്ല. ഇനി ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടി. ഇനി ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് മുളകിൻ്റെ ഉള്ളിയുടെയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തേങ്ങ കുറച്ച് ചിരണ്ടിയതുപോലെ കിടക്കുന്നതാണ് തോരന് കൂടുതൽ നല്ലത്. അപ്പം ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ടാണ് കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ട് ബാക്കി ഇങ്ങനെ തിരുമ്മി എടുത്തേക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മീനൊന്ന് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്തതേ ഉള്ളൂ. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകി വാരി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ പിച്ചി ചെറുതായിട്ട് തോരന് പറ്റുന്ന രീതിയിൽ എടുക്കണം. ഇപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് മീനൊന്ന് കഴുകിയെടുത്ത് വേറെ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് ഇതൊന്ന് കട്ട് ചെയ്ത്, അതായത് മിൻസ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, മീനെല്ലാം മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇപ്പം നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് അറിയാതെ ഉപ്പൊന്നും ചേർത്ത് പോകരുത്. നമ്മുടെ മീനിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. തോരന് ആവശ്യമുള്ള ഉപ്പ് ആ മീനിലുണ്ട്. എക്സ്ട്രാ ഉപ്പിട്ട് പോകരുത്. കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയുടെ ബാക്കിയെല്ലാം കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഇപ്പം വെന്തിട്ടുണ്ടാവില്ല. ഒരു 5 മിനിറ്റും കൂടി ഇരുന്നാലാണ് അത് നന്നായിട്ട് ആ തോരൻ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്നും ഒട്ടുമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലാണ് വരുന്നത്. ഈ കാന്താരി മുളകും തേങ്ങയും ഉണക്കമീനും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു ഭയങ്കര സൂപ്പർ സ്മെല്ലാണ്. വെള്ളമൊന്നും ഒരുപാടില്ല, ചെറുതായിട്ടൊരു വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ എങ്ങനെയുണ്ട്, അധികം ഉണ്ടോ കുറവാണോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീൻ തോരൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചൂട് ചോറിനകത്തോട്ട് കുറച്ചിട്ടിട്ട് വേറെ കറിയൊന്നും ഒഴിക്കാണ്ട് ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഉണക്കമീൻ തോരൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ.